ആലപ്പുഴ ചേർത്തലയിലെ ജൈനമ്മ കൊലപാതക കേസിൽ പ്രതി സെബാസ്റ്റ്യനുമായി വീണ്ടും തെളിവെടുപ്പ്. കോട്ടയം ക്രൈംബ്രാഞ്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ചേർത്തലയിലെ ഗൃഹോപകരണ സ്ഥാപനത്തിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. സുധീഷ് ഗോപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, ഇപ്പോൾ ആലപ്പുഴ ചേർത്തലയിലെ ജൈനമ്മ കൊലപാതക കേസ് പ്രതി സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? കോട്ടയം ക്രൈംബ്രാഞ്ചാണ് അല്പം മുമ്പ് ചേർത്തലയിലെ ഗൃഹോപകരണശാലയിലേക്ക് സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പിന് വന്നത്. ഇത് ജൈനമ്മ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു തെളിവെടുപ്പ് നടത്തുന്നത്. ചേർത്തല നേരത്തെ ജൈനമ്മയുടെ സ്വർണ്ണങ്ങൾ പണയം വെച്ചും വിറ്റും പണം വാങ്ങിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. അതിൻ്റെ തെളിവെടുപ്പും നടത്തിയിരുന്നു. അതിനുശേഷമാണ് സെബാസ്റ്റ്യൻ്റെ ഭാര്യയും സെബാസ്റ്റ്യനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു. അതിൽ ഇവിടെ നിന്നും ഒരു ഫ്രിഡ്ജ് സെബാസ്റ്റ്യൻ വാങ്ങിയിരുന്നു. അത് ഈ സ്വർണം വിറ്റ പണത്തിലൂടെയാണ് എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. ആദ്യം 7 ദിവസത്തേക്കായിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ചിന് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരുന്നത്. അതിനുശേഷം 5 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയ്ക്കാണ് ഇന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനുമായി ചേർത്തലയിലേക്ക് എത്തി ഇവിടുത്തെ വൈറ്റ് മാർട്ട് എന്ന ഗൃഹോപകരണശാലയിൽ എത്തിച്ച് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. അത് തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ നിർണായക തെളിവ് കിട്ടിയതായി കോട്ടയം ക്രൈംബ്രാഞ്ച് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് കൊലപാതകമാണെന്നും അത് കോടതിയിൽ സ്ഥിരീകരിച്ച് പരമാവധി ശിക്ഷ മേടിച്ച് നൽകുന്നതിന് ഉതകുന്ന തെളിവുകൾ എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് ഇനിയും സംശയകരമായി തന്നെ നിലനിൽക്കുന്നു. കാരണം ജൈനമ്മയുടെ മൊബൈൽ ഫോൺ അടക്കം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അത് ഒന്നും തന്നെ ഇതുവരെയും സാധിച്ചിട്ടില്ല. ജൈനമ്മയുടെ മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ ഏറ്റവും അവസാനം കണ്ടെത്തിയത് പള്ളിപ്പുറത്തായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. അന്നത്തെ പരിശോധനയിലാണ് ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. അതിനുശേഷമാണ് കസ്റ്റഡിയിൽ വാങ്ങി ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ വീണ്ടും ചേർത്തലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റ് 3 തിരോധാന കേസുകൾ, 3 സ്ത്രീകളുടെ തിരോധാന കേസിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ചും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ ആലപ്പുഴ യൂണിറ്റും അതോടൊപ്പം തന്നെ ചേർത്തല പോലീസും അർത്തുങ്കൽ പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. അത് 2010 മുൻപ് കാണാതായ ബിന്ദു പത്മനാഭൻ, അത് 2017 കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2012 കാണാതായ ഐഷ, അതിന് പുറമെ 2020 കാണാതായ അർത്തുങ്കൽ സ്വദേശിനിയായ സിന്ധു, ഈ 3 പേരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണവും ആലപ്പുഴയിൽ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ സെബാസ്റ്റ്യനെ ജൈനമ്മയുടെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ചേർത്തലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ദേവിക. ശരി സുധീഷ്.